നാലമ്പല പുണ്യദർശനത്തിന്റെ ഭാഗമായി മൂന്നാമത്തെ ക്ഷേത്രനടയായ ഭരതൻ സ്വാമി ക്ഷേത്രനടയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശംഖ് നമുക്ക് മേടിക്കാൻ കിട്ടുമോ? ഇത് ശംഖ് ഒഴികെയുള്ള തിരിച്ചു എങ്ങനെ പ്രസാദം കഴിക്കുകയാണെങ്കിൽ വഴിപാട് കഴിക്കുകയാണ് ഇതിനകത്ത് ഇതെടുത്തിട്ട് ബാക്കിയുള്ളത്. അതല്ല, നമുക്ക് പ്രൈവറ്റ് ആയിട്ട് മേടിക്കാൻ കിട്ടുമെന്ന് ചോദിച്ചാൽ ആ ഒരു സാധനം ശംഖോ എവിടെ കിട്ടുന്നത് എനിക്കറിയില്ല. ഞാൻ അവിടേക്ക് ചെന്നിട്ട് രാമപുരത്തും ചെന്നിട്ട് ഇല്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. അല്ലെങ്കിൽ പാലായി തപ്പണായിരിക്കും. ഭരതൻ സ്വാമിക്കുള്ള വഴിപാട് സാധനങ്ങളാണ് എണ്ണ, നെയ്വിളക്ക്, ശംഖ് തുടങ്ങിയ ദർശനത്തിനായി കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളാണ്. എല്ലാവരും കൊടുത്തോട്ടോ, എല്ലാവരും കൊടുത്തോട്ടോ, എല്ലാവരും ചേട്ടാ എനിക്ക് 2 10 ഞാൻ ഇത് 2 10 എടുക്കുന്നു. നാലമ്പല പുണ്യദർശനത്തിന്റെ ഭാഗമായി മൂന്നാമത്തെ ക്ഷേത്രമായ ഭരതൻ സ്വാമി ക്ഷേത്രത്തിലെ മറ്റൊരു വഴിപാടാണ് മീൻകുളത്തിൽ കിടക്കുന്ന മീനിന് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. ഭരതൻ സ്വാമി ക്ഷേത്രം ഭരതൻ സ്വാമി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടെന്ന് പറയുന്നത് ശംഖ് പൂജയാണ് എന്ന് ക്ഷേത്ര ഭാരവാഹികൾ പ്രത്യേകം വിളിച്ചു പറയുന്നുണ്ട്. ഒപ്പം തന്നെ ക്ഷേത്രത്തിന് ചേർന്നുള്ള അന്നദാന മണ്ഡപത്തിൽ അന്നദാനവും നടക്കുന്നതായി ക്ഷേത്ര കമ്മിറ്റി ഭക്തജനങ്ങളെ പ്രത്യേകം അറിയിക്കുന്നുണ്ട്. നാലമ്പല ദർശനത്തിന്റെ ഭാഗമായി മൂന്നാമത്തെ ക്ഷേത്രമായ ഭരതൻ സ്വാമി ക്ഷേത്ര തിരുനടയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് വീഡിയോയിൽ. അടുത്ത് നാഗരാജാവിനുള്ള വഴിപാട് പൂജാ സാധനങ്ങളാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സർപ്പദോഷങ്ങൾക്കുള്ള പരിഹാരങ്ങൾ, നെയ്വിളക്ക്, ഭഗവാൻ ശ്രീ ഭരതസ്വാമി ദർശനത്തിന് ശേഷം തൊട്ടടുത്തുള്ള ഉഗ്രമൂർത്തിയായ നാലമ്പല പുണ്യദർശനത്തിന്റെ മൂന്നാമത്തെ ക്ഷേത്രമായ ഭരതൻ സ്വാമി ക്ഷേത്ര തിരുനടയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഭരതൻ സ്വാമി ക്ഷേത്ര തിരുനടയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ഒരു ക്ഷേത്രവും കൂടിയുണ്ട്.
ഒരുപാട്